ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പുതിയ പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് വഴിയെ കാണിച്ചു തരാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ 4 മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് 4 മണിക്ക് വരുമ്പം അവർ വിശന്നായിരിക്കുമല്ലോ വരുന്നത്. ചില കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നവരുണ്ട്. അവരെല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ്, ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഏത്തക്കയുണ്ട്, ശർക്കര ചീകിയതുണ്ട്, തേങ്ങ ചിരകിയതുണ്ട്, ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. മൈദാമാവും ആട്ടയും ആണ് നമ്മളിതിന് എടുക്കുന്നത്. ഇത് വഴിയെ കാണിച്ചു തരാം. ആദ്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏത്തക്ക നമ്മൾ പൊളിച്ച് അത് ചെറുതായിട്ടൊന്ന് അരിയുകയാണ്. ഏത്തക്ക ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. ഇത് നല്ലപോലെ പഴുത്ത ഏത്തക്കയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ ഇത് ഏത്തക്ക ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിത് വഴറ്റിയെടുക്കണം. നെയ്ക്കകത്താണ് ഇത് വഴറ്റേണ്ടത്. അപ്പം നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ജോലാമ്മ പൊടി നനച്ച് വെക്കും. അപ്പോൾ അതിനായി നമ്മളെടുക്കുന്നത് മൈദാമാവും ആട്ടയാണ് എടുക്കുന്നത്. നമ്മളിതുപോലെ ചെയ്ത് വെക്കുമ്പോൾ നമ്മളിത് വഴറ്റിക്കൊണ്ട് വരുമ്പം ജോലാമ്മ മാവ് കുഴച്ച് വെക്കും. നമ്മളൊരു ഉദ്ദേശം എത്ര പലഹാരം ഉണ്ടാക്കണം അത്ര മാവ് എടുത്താൽ മതി, അത്ര ഏത്തക്ക മതി. നമ്മളിപ്പോൾ ഒരു 3 ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പ്, വെള്ളത്തിനകത്ത് ഉപ്പ് കലക്കിയതാണ്. അപ്പം ഉപ്പായിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ആയി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പും വെള്ളവും കൂടെ ആണ് ചരിക്കുന്നത്. അത് കലക്കിയെടുക്കുന്ന സമയം കൊണ്ട്, അത് കുഴച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഏത്തക്ക വഴറ്റി കൊണ്ടുവരാം. ഇതിനകത്ത് അല്പം ഏലക്കാപ്പൊടിയും ജീരകവും കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അല്പം ചേർക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ. അപ്പം നമുക്കിത് വഴറ്റാൻ പോകുന്ന സമയത്ത് ജോലാമ്മ ഇത് കുഴച്ച് വെക്കും. നമുക്ക് വഴറ്റാൻ പോവാം. പുറത്ത് വെച്ച് നമ്മളിത് വഴറ്റുന്ന ബുദ്ധിമുട്ടാണ്. നമ്മൾ പാനകത്ത് വെച്ചാണ് ഇത് വഴറ്റുന്നത്. അപ്പം നമുക്ക് അകത്തോട്ട് തന്നെ പോവാം. അടുപ്പ് കത്തിക്കാം. നമുക്കിത് പാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് പാനകത്തിട്ട് അല്പം നെയ്യ് തിരിച്ചു കൊടുക്കാം. നെയ്യിപ്പം ശകലം കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അത്രയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. നെയ്യ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മതി, എണ്ണാനും കൂടുതൽ വേണ്ട. നെയ്യൊന്ന് ചൂടായിക്കോട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇത് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ വെള്ളം വന്നു കഴിയുമ്പോൾ നമുക്ക് പുറത്ത് പോകാം. ഏത്തപ്പഴം നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ എടുത്താം. ഇത് നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്യുകയാണ്. അത് നമുക്ക് ആവശ്യമുള്ള മധുരം ഇട്ടാൽ മതി. പറഞ്ഞ മധുരം കുറഞ്ഞു പോയാലും കുട്ടികളത് ഇഷ്ടപ്പെടത്തില്ല. സ്വല്പം മധുരം കൂടി ഇരിക്കുന്നതും കുഴപ്പമില്ല. നമ്മൾ ശർക്കര ചെരുകി വെച്ചിട്ട് മതി. ഏലക്കായും ജീരകവും കൂടെ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതേ മണം ഉണ്ടെങ്കിൽ, നല്ല മണം കൂടാകുമ്പോൾ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടും. ഇത് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ തേങ്ങയും ശർക്കരയും ഏലക്ക ജീരകം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇനിയിപ്പോൾ നമ്മൾ ഇല ഇല വാട്ടി വെച്ചിരിക്കുകയാണ്. ഈ ഇലയിലോട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് പയ്യെ പരത്തുകയാണ്. വെള്ളം എടുത്തിട്ടുണ്ടോ? കനം കുറച്ച് പരത്തിയാൽ മതി. ഈ ഇലയിൽ ഇങ്ങനെ പരത്തുമ്പം കനം കുറച്ച്, തീരെ കനം കുറഞ്ഞു പോകരുത്. എന്നാലും നമുക്കൊരു ഉദ്ദേശ കണക്കുണ്ടല്ലോ, അതനുസരിച്ച് അത്ര പരത്തണം. അതില്ല. ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും കൂടെ ഇതിനടി ആദ്യം നിരത്തുക. മൊത്തം നിറക്കണം. ഇത് നമ്മൾ ആദ്യം അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് മൊത്തം നമ്മൾ നിരത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഏത്തക്ക വഴറ്റി വെച്ചിരിക്കുന്നത്, ഏത്തപ്പഴം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നത്, നെയ്ക്കകത്ത് വഴറ്റി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു സൈഡ് ഇത് നമ്മൾ പകുതി സ്ഥലത്ത് നിർത്തി. ഇതങ്ങോട്ട് മടക്കുമ്പോൾ അത് സൂക്ഷ്മം സെൻട്രലാകും ഉണ്ടല്ലോ. ഇനി ആ ഇല നമ്മൾ മടക്കി വെക്കാൻ പോവാണ്. ഇല നമ്മൾ ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, ഇതിങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇതൊക്കെ നമ്മൾ അപ്പച്ചെമ്പിനകത്ത് വെള്ളം വെച്ച് തീയും കത്തിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചാൽ അപ്പച്ചെമ്പിനകത്ത് വെച്ചാണ് നമ്മളിത് വേവിക്കുന്നത്. ഇങ്ങനെ ഓരോ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ട് നമ്മൾ അപ്പച്ചെമ്പിനകത്ത് വെക്കും. നമ്മൾ ഈ പലഹാരം ഇല പരത്തി എല്ലാം റെഡിയാക്കി, പലഹാരം റെഡിയാക്കി ഇരിക്കുകയാണ്. നമുക്ക് ഇത് നേരെ അപ്പച്ചെമ്പിനകത്ത് ഇട്ടടുക്കി വെക്കാം. നമുക്കിത് മൂടി വേകാൻ വെക്കാം. ഇത് വേകുന്ന ഒരു സമയം നമുക്കറിയാമല്ലോ. അപ്പം നമ്മുടെ ഇലയപ്പം വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് എടുക്കാം. എന്താ ബാക്കിയുടെ വെക്കാനുള്ള എടുത്തു. നമുക്ക് ഇനിയും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതൊന്ന് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെക്കാം. ഇത് തണുക്കുന്നതിന് വേണ്ടി അത് പൊളിച്ച് വെക്കട്ടെ. രാമൻ അങ്ങനെ വരുന്നുണ്ട്, ഉണ്ടോ? ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. കുട്ടികളിത് ഏറ്റവും ഇഷ്ടപ്പെടും. നല്ല വാസനയുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അവരിത് കഴിക്കാൻ നോക്കും. നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. ചൂടുണ്ട്, ഇപ്പോഴും ചൂട് പോയിട്ടില്ല. അല്പം കൂടെ ചൂട് പോട്ടെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. നമ്മൾ ഇലയപ്പം റെഡിയാക്കി, ഇലയിൽ നിന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. കൊച്ചാവേ
കൊച്ചുവാവൻ ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ട്. അവൾ നോക്കിയിട്ട് ആദ്യം പറയട്ടെ. ഉണ്ടോ? ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പം ഞങ്ങളുടെ ഈ ഇലയപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ഇതിൻ്റെ കമൻറ്റ് കൂടെ നിങ്ങൾ അറിയിക്കണം. അപ്പം നമ്മളിത് ചെയ്യുന്നത് വെച്ചാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഇങ്ങനെ ചെയ്താൽ. ചിലപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വരുമ്പം വിശന്നായിരിക്കും വരുന്നത്. അപ്പം അവർക്ക് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റുള്ള ഒരു ഭക്ഷണമാണ് ഇത്. നല്ല ഹെൽത്തിയാണ്, കഴിക്കാനും സുഖമാണ്. ഓക്കെ, അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ഓക്കെ.